രഞ്ജിത്ത് വേട്ടക്കാരനാണ് എന്നാണ് ഷെഹനാസ് നേരത്തെ പ്രതികരിച്ചിരുന്നത്. ആ വേട്ടക്കാരനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് തിടുക്കമില്ല എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CPM-നെ സംബന്ധിച്ച് അല്പം കൂടി കാത്തിരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ബംഗാളി നടിയോട് കാര്യങ്ങൾ തിരക്കാൻ ഇവിടെ പോലീസിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ പോലീസിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ പ്രതിഷേധങ്ങളുടെ വിജയമായി കാണുന്നുണ്ടോ ഷെഹനാസ്? അതിലപ്പുറം രാജിവെച്ച് സ്വയം പുറത്തു പോകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് രഞ്ജിത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അല്ലാതെ രാജി ആവശ്യപ്പെടുകയല്ല. ശ്രീമതി സ്മൃതി, ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന വലിയ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു കമ്മിറ്റി നിയോഗിച്ചത്. അതായത് സിനിമാ മേഖലയിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്ക് തുറന്നു പറയാൻ ഒരു സ്പേസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് രഹസ്യമായിട്ട് പറയാൻ പോലുമുള്ള ഒരു ഫെസിലിറ്റി ഈ ഹേമ കമ്മിറ്റിയിലൂടെ നമുക്ക് സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു കാരണം പോലും ഇവിടെ ഉണ്ടായത്. എന്നിട്ട് അത് വന്നതിന് ശേഷം ഇവർ നിയമപരമായി പോവട്ടെ, അല്ലെങ്കിൽ അതിജീവിതകൾ മുന്നിൽ വന്ന് മുഖവും പേരും മറച്ചു വയ്ക്കാതെ പ്രതികരിക്കുമ്പോഴും ഈ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ വീണ്ടും നിയമപരമായി പോവട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കമ്മിറ്റി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈ ഗവൺമെൻറ് പറയണം. കാരണം സിനിമാ മേഖലയിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും രഹസ്യമായും പരസ്യമായും ഒക്കെ അവരനുഭവിച്ച എല്ലാ പ്രശ്നങ്ങളും ഈ കമ്മിറ്റിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു സാധ്യതകളും ഇല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ പ്രഹസനം? ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് പല രീതിയിലുള്ള പരാമർശങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സിനിമാ മേഖലയിലുള്ള പുരുഷന്മാരുടെ പരിഹാസ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പോലും നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കുന്ന ഒരു നടൻ പറഞ്ഞത് എരിവും പുളിയൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടുള്ള പലരുടെയും വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ മോശമായിട്ട് തന്നെ ഈ കമ്മിറ്റിയെയും ഇതിൻ്റെ റിപ്പോർട്ടിനെയും ഒക്കെ കാണുന്ന ഈ സൊസൈറ്റിയിൽ എന്തിനായിരുന്നു ഈ പ്രഹസനം? പിന്നീട് ഇപ്പോൾ ഈ കമ്മിറ്റിയുടെ ഒരു ഉറപ്പിൻ്റെ പേരിലാണ് തീർച്ചയായിട്ടും പല സ്ത്രീകളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മുന്നോട്ട് വരുന്നതും. എന്നിട്ട് അവർക്ക് എന്ത് നീതിയാണ് ലഭിക്കുന്നത്? കുറച്ച് നേരത്തെ ഈ ചാനലിൽ തന്നെയാണ് അന്യഭാഷയിലുള്ള ആ നടി വന്നിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, ഞാനിത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനിത് മാറ്റി പറയില്ല, ഈ കാര്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു മുന്നോട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ മരിക്കുന്നത് വരെ അവരുടെ ഉള്ളിൽ നോവിച്ചുകൊണ്ട് അവരത് അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോഴും ഇവിടുത്തെ സാംസ്കാരിക മേഖലയിലെ ഗവൺമെൻറ്, സർക്കാർ, മന്ത്രി പറയുകയാണ് അദ്ദേഹം പ്രഗത്ഭനാണ് എന്ന്. അദ്ദേഹം പ്രഗത്ഭനാണോ എന്നോ അദ്ദേഹത്തിൻ്റെ സിനിമകൾ മോശമാണോ എന്നോ ഒന്നും നമ്മൾ ആരും അഭിപ്രായപ്പെടുന്നില്ല. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം തെളിയിക്കേണ്ടത് അദ്ദേഹം സ്ത്രീകളുടെ നെഞ്ചത്ത് കയറിയിട്ടല്ല. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രാഗൽഭ്യവുമല്ല എന്നുള്ളതാണ്, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. Debate with Smriti Parithikad.